കവിഞ്ഞൊഴുകി വരുന്ന പ്രവാഹം. ഓ ഹല്ലേലൂയ. നിനക്കെതിരായി കവിഞ്ഞ് നിന്നെ മുഖൂടം കടന്നു വരുന്ന യേശുവേ സ്തോത്രം. അവേ, ഇന്ന് പകല് ദൈവം കൽപ്പന കൊടുക്കുകയാണ്. യേശുവേ സ്തോത്രം. സ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് നിന്റെ നന്മ കുടിച്ചു കളഞ്ഞുകൊണ്ട് യേശുവേ ചിതറിക്കുമ്പോൾ നിന്റെ തലമുറ ഇല്ലായ്മ ചെയ്യുമ്പോൾ കുടിച്ചു കളയാൻ പോരാടുന്ന ശക്തിയോട് ദൈവം പറയുക, അവനെ ഞാൻ ഉണക്കാൻ പോകുകയാ. യേശുവേ സ്തോത്രം. നിന്നെ ഞാൻ ഉണക്കാൻ പോകുകയാ. യേശുവേ ഹല്ലേലൂയ. അവേ എന്നിട്ട് പറഞ്ഞതെന്നതാ, അയ്യോട് ഉണങ്ങിപ്പോകാൻ പറ്റില്ല. നിന്റെ നദികളെ നദി കൈവഴികളായിട്ട് കടന്നു വരുന്ന ചില ഒഴുക്കുകൾ നിസ്സാരം കൽപ്പിച്ച് തമാശ പഠിച്ച് അവേ നന്മയിൽ എവിടെയെങ്കിലും കയറി ചെന്ന് അതിനെ അടച്ച് അവേ ഉത്സാഹത്തെ കെടുത്തി അവേ ഹല്ലേലൂയ വാങ്ങാതെ തന്നെ വാങ്ങി എന്ന് പറഞ്ഞ് നിന്നെ നിന്ദിച്ച് അവേ ഹല്ലേലൂയ അവേ നിന്റെ സ്വസ്ഥതകളെല്ലാം വഴികളിൽ കൂടെ ഹല്ലേലൂയ തകർന്നു കളയുന്ന ദുഷ്ട പിശാചിനോട് ദൈവം പറയുക, ഉണങ്ങിപ്പോകാൻ പോകുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്നാൽ അവൻ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ തന്നെ 43:18 വാക്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. നിനക്ക് വേണ്ടി പുതിയതൊന്നും അവൻ ചെയ്യാൻ പോകുകയാണ്. യേശുവേ സ്തോത്രം. നിനക്ക് വേണ്ടി അവൻ പുതിയതൊന്നും ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ ആവശ്യം എന്താ? നിന്റെ ആഗ്രഹം എന്താ? നിന്റെ വഴി എന്താ? നിന്റെ അനുഭവം എന്താ? നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തതൊന്നും അവൻ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുടെ നടുവിൽ, യേശുവേ നീ അനുഭവിക്കുന്ന തടസ്സവാദങ്ങളുടെ നടുവിൽ, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എതിരുകളുടെ നടുവിൽ, യേശുവേ സ്തോത്രം. നിന്റെ നന്മ മുടക്കിയവരുടെ നടുവിൽ, നിന്റെ സ്വസ്ഥത കെടുത്തിയവരുടെ മുൻപിൽ ദൈവമാവേ ഞാൻ പുതിയത് ചെയ്യുമെന്ന് പറയുന്നു. നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ അവൻ പുതിയത് ചെയ്യാൻ പോകുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതാണ്. ഹല്ലേലൂയ. അവൻ വചനം അയച്ച് വിടുവിക്കുന്നതാണ്. യേശുവേ സ്തോത്രം. മുൻപുള്ളത് നീ ഓർക്കണ്ട. ഇന്നലെ വരെ ഇന്ന് വരെ നീ അനുഭവിക്കുന്ന ക്ലേശങ്ങള്, നീ അനുഭവിക്കുന്ന അലട്ടലുകള്, നീ അനുഭവിക്കുന്ന ആവശ്യഭാരങ്ങള്, നിന്റെ അനുഗ്രഹങ്ങള് മാത്രമല്ല, ആഗ്രഹ വിഷയങ്ങളുണ്ട്, അവസ്ഥയ്ക്ക് മാറ്റമില്ലാത്ത അനുഭവങ്ങളുണ്ട്. ആവശ്യമലട്ടല്, നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ സ്ഥിതികള്, നിന്റെ അനുഭവങ്ങള്, നിന്റെ അരിഷ്ടതകൾ ഇന്ന് വരെ ഉള്ളത് നീ ഓർക്കണ്ട. ഓർക്കണ്ട കർത്താവേ. ഞങ്ങൾ ഓർക്കാതിരിക്കുന്ന എങ്ങനെയാ? ഞങ്ങളെ അവസ്ഥ ഇങ്ങനെ ഗതികേടില്ലല്ലേ? ഞങ്ങളെ ആവശ്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ? ഞങ്ങൾ അലക്ഷണമുള്ളവരല്ലേ? ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ? ഞങ്ങളെ സ്ഥിതിക്ക് വ്യത്യാസം വരാത്തത് എന്താണ് എന്ന് നീ ചോദിച്ച് വേദനപ്പെടുമ്പോൾ ദൈവം പറയാ, ഞാൻ പുതിയതൊന്ന് നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ അവൻ പുതിയത്, അത് നിന്റെ കണ്ണിന് ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇതുവരെ നീ കേട്ടിട്ടില്ല. ഇതുവരെ നിന്റെ കയ്യിൽ വന്നിട്ടില്ല. ഇതുവരെയും നിന്റെ മടിയിലാണ് എടുത്തിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക, ആലോചന പറയുക, പുതിയത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകും. ആർക്ക് വേണ്ടിയാ? അതാണ് 45 നമ്മൾ വായിച്ചത്. ആ വാക്യം കൂടെ പറഞ്ഞേ. നദികളെ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും അവൻ കൽപ്പിക്കുന്നു. കണ്ടോ, എന്റെ
ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് ജീവിക്കുന്നവനാണ് ഓ ഹല്ലേലൂയ. ദൈവം ചില അടിസ്ഥാനമിട്ട് വരുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവനാണ് അവൻ ചില പണികൾ ദൈവം ചെയ്തു തരുന്നത്. അവൻ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവഹിതം ചെയ്യുകയും ദൈവത്തെ പ്രസാദിപ്പിച്ച് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവിക മനുഷ്യർക്ക് വേണ്ടി ദൈവം പുതിയതൊന്നും ചെയ്യാൻ പോവുകയാണ്. യേശുവേ സ്തോത്രം. ഇതുവരെ നീ കണ്ടിട്ടില്ല, നീ ഗ്രഹിച്ചിട്ടില്ല, നിന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. നീ അറിയാതിരിക്കുന്ന മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. മറഞ്ഞിരിക്കുന്ന മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. ഇതുവരെ നിന്റെ കയ്യിൽ എടുക്കാത്ത ചില അനുഭവങ്ങൾ നിന്റെ കയ്യിൽ വരാൻ പോവുക. ഇതുവരെ നിന്റെ മടിയിൽ കയറാത്ത ചില നന്മകൾ നിന്റെ മടിയിൽ ദൈവം തരാൻ പോവുക. ആ കർത്താവ് പറഞ്ഞത്, ഞാൻ പുതിയതൊന്നും തരാൻ പോവുക, പുതിയതൊന്നും ഞാൻ ചെയ്യാൻ പോവുക. ദൈവത്തിന്റെ കൈക്ക് ആരാ കയറി പിടിച്ചെത്തി കൊടുക്കണ്ടെന്ന് പറയുന്നത്? ദൈവം ഒരുവന് വേണ്ടി വഴി തുറന്നാൽ ഒരു ശത്രുവിനും അത് അടച്ചു സ്തോത്രം. വൈരി പറയാൻ അത്രയും വേണ്ട, ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ദൈവത്തിന്റെ കരം തന്നെ അന്വേഷിക്കുന്നവർക്ക് സ്തോത്രം. തന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് വേണ്ടി ചില പണി നടത്തുന്ന കരമാണ്. ചില അടിസ്ഥാനങ്ങൾ നീ കെട്ടിപ്പൊക്കുമെന്ന്, സ്തോത്രം. ചില കേടുകൾ മാറ്റിയവൻ തരുമെന്ന്, ഓ ഹല്ലേലൂയ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മ നിന്റെ കയ്യിൽ വരുമെന്ന്. എപ്പോഴാ നിന്നെ കേടുമാറ്റി കെട്ടിപ്പൊക്കുന്നവനാണ് ദൈവം ഒരുക്കുന്നത്. അവൻ എന്റെ ഹിതം ചെയ്യും. മുമ്പുള്ളതൊന്നും നീ ഓർക്കണ്ട. നാളുകളായി നീ അനുഭവിക്കുന്ന കഷ്ടം, വേദന, അതിന്റെ നടുവിൽ നീ നഷ്ടപ്പെട്ടില്ലല്ലോ. സ്തോത്രം. എലിയാവ് ഗുഹയിൽ കയറിയിരുന്ന് പുറത്തിറങ്ങി വരാൻ പറഞ്ഞു കർത്താവ്. പക്ഷെ അവന്റെ മുൻപിൽ കടന്നുപോയി, കോവ കടന്നു പോകുന്നെന്ന് പറഞ്ഞിട്ട് ശക്തിയുള്ള കൊടുങ്കാറ്റെന്ന, ശക്തിയുള്ള ഭൂകമ്പം, ശക്തിയുള്ള തീ എന്ന. പക്ഷെ ഒന്നോർക്ക്, ഇത്രയും പ്രശ്ന സങ്കീർണമായ അനുഭവത്തിന്റെ നടുവിൽ ഏലിയാവ് നശിച്ചു പോയില്ല, ഭൂകമ്പത്തിൽ തകർന്നു പോയില്ല. ഏലിയാവും ഹല്ലേലൂയ. ദൈവം പറത്തി കടലിൽ ഇട്ടില്ല. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങൾ നിന്നെ മുക്കുന്നു, ഏത് അനുഭവത്തിൽ നീ അയ്യം വിളിക്കുന്നുവോ, അത് നിന്നെ കാണിക്ക മാത്രമേ ഉള്ളൂ. അതിൽ നിന്നെ പെടുത്തിക്കളയാവുന്നൊരു ദൈവത്തെ. സ്തോത്രം. യേശുവേ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം. ആമേൻ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ കോപപ്പെടുത്തുന്ന, നിന്നെ ഈർഷ്യപ്പെടുത്തുന്ന, നിന്നെ നഷ്ടപ്പെടുത്തുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന, നിന്നെ ശൂന്യമാക്കുന്ന ചില അവസ്ഥയുടെ മുകളിൽ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ നീ വേദനപ്പെട്ട് ഏകയായി അനാഥത്വത്തിൽ നീ അയ്യം പിടിച്ചു നിൽക്കുമ്പോൾ ദൈവം പറയുക, ഞാൻ അതിനെ ഉണക്കും. നിനക്ക് ഉണക്ക് വരുന്നുണ്ട്. നിനക്ക് ജനക്കം വരുന്നുണ്ട്. ദൈവം നിന്നെ വർദ്ധിച്ചു കളയുന്നു. സ്തോത്രം, സ്തോത്രം. എന്നാ ദൈവം വിളിച്ച ഭക്തന്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവഹിതം ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന് ദൈവം ഇവരെ നിർത്തുന്ന ദൈവമാണ്. ദൈവ ഇഷ്ടത്തിനായി യാവകത്തിന് വിളിക്കുന്ന തന്റെ വൃതന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന സമയം അടുത്തിരിക്കുക. ദൈവം പ്രവർത്തിക്കാൻ പോകുക. നാളെയല്ല, ഇന്ന്. ഇന്നവൻ അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ വയ്ക്കുന്ന ദൈവമല്ല. നിനക്ക് എന്തോരം ക്ഷീണമുണ്ടെന്ന് അവനറിയാം. നീ എന്തോരം സഹിച്ചെന്നവനറിയാം. എത്രത്തോടെ നീ പിടിച്ചു നിന്നെന്ന് അവനറിയാം. ഇനി രക്ഷയില്ലെന്ന് നിന്റെ ഹൃദയം വേദനിക്കുമ്പോൾ
ഇല്ല, അവൻ ഇന്ന് പുതിയതൊന്നും നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. യേശുവേ അവൻ പുതിയതൊന്നും അവൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആമേൻ. യേശു. ദൈവഹിതത്തിനായി ഒരുങ്ങുക. ദൈവഹിതത്തിനായി ഒരുങ്ങുക. ആമേൻ. ഓ, റബ, 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 റബ. ഓ യേശുവിന്റെ നാമത്തിൽ ചുമടെടുക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചുമട്.